ഓണം ഇങ്ങെത്തുന്നതിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരുവനന്തപുരത്ത് ഓണം എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം സജീവമാവുന്നത് ചാല മാർക്കറ്റാണ്. വീട്ടിലേക്കുള്ള ഏത് സാധനങ്ങൾ വാങ്ങുന്നതിനും ആളുകൾ ആദ്യമായി ഓടിയെത്തുന്നത് ചാല കമ്പോളത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റൊന്നും തന്നെ സജീവമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരക്കനുഭവപ്പെടുന്നത് പച്ചക്കറി മാർക്കറ്റിൽ മാത്രമാണ്. പക്ഷേ ഇന്നത്തെ വിലയല്ല, ഇനി ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഓണത്തിനുള്ള വിലയും അതുപോലെ തന്നെ ഓണത്തിലുള്ള തിരക്കും ഒക്കെ തന്നെ ഈ മാർക്കറ്റിൽ അനുഭവപ്പെടുമെന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള കച്ചവടക്കാരും അതുപോലെ തന്നെ വാങ്ങാൻ എത്തുന്നവരൊക്കെ തന്നെ പറയുന്നത്. ഓണ മാർക്കറ്റൊക്കെ എപ്പോൾ തൊട്ടായിരിക്കും സജീവമാവുന്നത്? എന്തായിരുന്നാലും അത്തം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇപ്പോൾ സജീവമായിട്ടില്ല. തിങ്കളാഴ്ച കഴിഞ്ഞാലേ ഇത് സജീവമായി തുടങ്ങുള്ളൂ. ഇപ്പം ഒരു 5 ഐറ്റംസൊക്കെ വില കൂടുതലുള്ള ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി. പിന്നെ ഓണത്തിന് ഇനിയും കിടക്കുകയല്ലേ, തിങ്കളാഴ്ച തൊട്ട് ഉള്ളതേ ഉള്ളൂ. ഒരു 3 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. തിങ്കളാഴ്ച തൊട്ട് എന്തായാലും നമ്മൾ ഇവിടെ കേരള കൂട്ടിൽ തമിഴ്നാട് കൂട്ടും. നാരങ്ങ 90 രൂപ വില, മാങ്ങ ഇപ്പം 100 രൂപ വില അയക്കണം. വില ഇത്തിരി കൂടുതലാണ്. ഓണമെത്തുമ്പോൾ ഇവിടെ നിന്ന് തന്നെയാണോ വാങ്ങുന്നത്? ഇനിയുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ നിർണായകമാണ്. ഈ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഓണം വിപണിക്കായുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാ കച്ചവടക്കാരും. ചാല മാർക്കറ്റിൽ നിന്ന് പ്രേം ശശിയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.